നമസ്കാരം. ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രയേറെ പുരോഗമിച്ചിട്ടും ലോകത്തെ മുഴുവൻ നിശബ്ദമാക്കിയ ഒരു സംഭവമാണ് മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനത്തിന്റെ തിരോധാനം. 2014 മാർച്ച് 8 പുലർച്ചെ 12:41 മലേഷ്യയിലെ കോലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ചൈനയിലെ ബീജിംഗിലേക്ക് 239 യാത്രക്കാരുമായി പറന്നുയർന്ന ആ വിമാനം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ബോയിങ് 777-200ER എന്ന അത്യാധുനിക വിമാനമായിരുന്നു. എന്നാൽ പറന്നുയർന്ന് വെറും 40 മിനിറ്റിനുള്ളിൽ സമുദ്രനിരപ്പിൽ നിന്നും 35,000 അടി ഉയരത്തിൽ വെച്ച് ആ ഭീമൻ വിമാനം ലോകത്തിലെ റഡാർ സംവിധാനങ്ങളിൽ നിന്നും ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായി. അവിടെ നിന്നാണ് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ടെക്നോളജിക്കൽ മിസ്റ്ററി ആരംഭിക്കുന്നത്. വിമാനത്തിന്റെ തിരോധാനത്തിന് തൊട്ടു മുൻപ് നടന്ന സംഭവങ്ങൾ ഏതൊരു ത്രില്ലർ സിനിമയും വെല്ലുന്നതാണ്. വിയറ്റ്നാം വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളറിനോട് പൈലറ്റ് സഹാരി അഹമ്മദ് ഷാ പറഞ്ഞ അവസാന വാക്കുകൾ "ഗുഡ് നൈറ്റ് മലേഷ്യൻ 370" എന്നതായിരുന്നു. തികച്ചും സാധാരണമായൊരു വിടവാങ്ങൽ സന്ദേശം. എന്നാൽ ഈ സന്ദേശത്തിന് തൊട്ടു പിന്നാലെ വിമാനത്തിലെ ട്രാൻസ്പോണ്ടർ എന്ന ആശയവിനിമയ ഉപകരണം ആരോ ബോധപൂർവം സ്വിച്ച് ഓഫ് ചെയ്തു. സാധാരണഗതിയിൽ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ പൈലറ്റിന് അപായ സന്ദേശം അയക്കാൻ സെക്കൻഡുകൾ മതിയാകും. എന്നാൽ ഇവിടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിമാനം നിശബ്ദമായി. റഡാറുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായി എങ്കിലും സൈനിക റഡാറുകൾ പകർത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. വിമാനം അതിന്റെ നിശ്ചിത പാതയിൽ നിന്നും പെട്ടെന്ന് തിരിയുകയും തിരികെ മലേഷ്യൻ ഉപദ്വീപിന് മുകളിലൂടെ പറക്കുകയും ചെയ്തു. ഇത് വെറുമൊരു സാങ്കേതിക തകരാറല്ല, ആരോ വിമാനത്തെ ബോധപൂർവം നിയന്ത്രിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു. MH370 എങ്ങോട്ടാണ് പോയത് എന്നതിനെക്കുറിച്ച് മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങളാണ് നടന്നത്. വിമാനത്തിലെ എഞ്ചിനുകൾ സാറ്റലൈറ്റുകളിലേക്ക് അയച്ച പിങ് സന്ദേശങ്ങൾ വിശകലനം ചെയ്തപ്പോൾ വിമാനം പിന്നീട് 7 മണിക്കൂറോളം ദക്ഷിണ ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലൂടെ പറന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ ഇത്രയും സമയം ഒരു വലിയ വിമാനം ആകാശത്ത് ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ ഒരൊറ്റ റഡാറും അത് തിരിച്ചറിഞ്ഞില്ല എന്നത് സാങ്കേതിക വിദ്യയുടെ വലിയൊരു പരാജയമായിരുന്നു. വിമാനം കടലിൽ തകർന്നു വീണു എന്ന് ശാസ്ത്രം അനുമാനിക്കുമ്പോഴും എവിടെയാണ് അത് വീണതെന്ന് കണ്ടെത്താൻ ആധുനിക സോണാർ സംവിധാനങ്ങൾക്കോ സമുദ്രത്തിനടിയിലെ തിരച്ചിൽ യന്ത്രങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 120,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കടലിനടിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളൊന്നും കണ്ടെത്താനായില്ല. ലോകത്തെ ഏറ്റവും ചിലവേറിയ ഈ തിരച്ചിൽ ദൗത്യം ഒടുവിൽ പരാജയപ്പെട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ നിഗൂഢതയ്ക്ക് പിന്നിൽ പല സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൈലറ്റിന്റെ മാനസിക നിലയെക്കുറിച്ചുള്ളതായിരുന്നു. പൈലറ്റ് സഹാരി അഹമ്മദ് ഷാ തന്റെ വീട്ടിലെ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ ഇതേ പാതയിൽ വിമാനം പറത്താൻ പരിശീലിച്ചിരുന്നതായി പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഇതൊരു സൂയിസൈഡ് മിഷൻ ആയിരുന്നു എന്ന സംശയം ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് വിമാനം ഒരു സൈബർ ആക്രമണത്തിന് ഇരയായി എന്നാണ്. വിമാനത്തിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടുകയും വിദൂരത്തിലിരുന്ന് ആരോ വിമാനത്തെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഇത്രയും അത്യാധുനികമായ ഒരു വിമാനം എങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നത് സൈബർ സുരക്ഷാ വിദഗ്ധരെ ഇന്നും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. കൂടാതെ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ഫോണുകൾ വിമാനം കാണാതായതിനു ശേഷവും റിംഗ് ചെയ്തിരുന്നതായി ബന്ധുക്കൾ അവകാശപ്പെട്ടത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് വിമാനത്തിന്റെ ചില ചെറിയ ഭാഗങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇത് വിമാനം കടലിൽ തകർന്ന് വീണു എന്നതിന് തെളിവാണെങ്കിലും വിമാനം എങ്ങനെ തകർന്നു എന്നതിന് ഉത്തരം നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. വിമാനം കടലിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണോ അതോ അമിത വേഗത്തിൽ വീണതാണോ? ഇതിനെക്കുറിച്ചും ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഉപഗ്രഹങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ഒരു വിമാനത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഭാവിയിൽ വിമാനയാത്രകളുടെ സുരക്ഷയെക്കുറിച്ച് പോലും ആശങ്കകൾ ഉണർത്തുന്നു. MH370 എന്നത് മനുഷ്യന്റെ അറിവിനും സാങ്കേതികതയ്ക്കും അപ്പുറമുള്ള ചില പഴുതുകൾ ഇന്നും ഈ ലോകത്തുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ MH370ന്റെ തിരോധാനം ആത്മീയമോ ദൈവിക വിശ്വാസമോ ഒന്നുമല്ല. ഇത് ലോജിക്കും സാങ്കേതിക വിദ്യയും ഒരുപോലെ പരാജയപ്പെട്ട ഒരു സംഭവമാണ്. കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ ആ വിമാനം ഇന്നും യാത്രക്കാരുമായി വിശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ഇനിയും തിരിച്ചറിയാത്ത മറ്റേതെങ്കിലും കാരണത്താൽ അത് അപ്രത്യക്ഷമായതുമാകാം. നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. ഓരോ വർഷം കഴിയും തോറും പുതിയ പുതിയ കണ്ടെത്തലുകൾ വരുന്നുണ്ട് എങ്കിലും MH370 എന്ന ചോദ്യത്തിന് മുന്നിൽ ലോകം ഇന്നും ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.